ആമേൻ. ഈ ഒലവക്കോട് ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഒരു ആവശ്യം കൂടി കടന്നു വരുവാനും ദൈവജനം ഘോഷിപ്പാനും ദൈവജനത്തെ കാണുവാനും ശ്രേഷ്ഠമായ സ്റ്റേജിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരെയും ഓർത്ത്, മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യമൊക്കെ ഞാൻ പണ്ട് വന്നപ്പോൾ പറഞ്ഞു, ചിലരൊക്കെ കേട്ടു, ചിലരൊന്നും കേട്ടില്ല. ഞാൻ ആ പാടിയത് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ ഏകയായ വിശ്വാസത്തിൽ വന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം. അനേകം സാക്ഷ്യങ്ങളും ദൈവവചനവും ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കൂടെയൊക്കെ കേട്ട് കാണും. എന്നാൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ 2025 എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ദൈവവചനം ഒന്ന് തൊട്ടിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് വേറൊന്നുമല്ല, നിത്യതയെക്കുറിച്ചുള്ള ദർശനം. നിങ്ങൾ ശ്രദ്ധപൂർവ്വം അത് കേൾക്കണം. സ്തോത്രം. എന്നെ ദൈവം ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ദിവസങ്ങളിൽ. ഞാൻ ദൈവസേനയിൽ എപ്പോഴും രാവും പകലും കിടക്കുമ്പോഴും എല്ലാം എൻ്റെ കണ്ണും ഹൃദയവും നിറഞ്ഞ് ഞാൻ ദൈവസേനയിൽ ഇരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സ്തോത്രം. നമുക്കറിയാം, പ്രസംഗിയുടെ ചില വചനങ്ങളൊക്കെ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞ് കർത്താവിൻ്റെ ദാസനും ദൈവവചനം പറയണമല്ലോ. അതിനുശേഷം ഞങ്ങൾക്ക് രാത്രി 12 മണിക്ക് ട്രെയിൻ കയറി പോകണം മടത്തറയിൽ. നാളെ രാവിലെ അവിടുത്തെ സെൻട്രൽ കൺവെൻഷനിൽ രാവിലെ ശുശ്രൂഷിക്കണം. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ യാത്രകളൊക്കെ ചെയ്ത് ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി ബലപ്പെടുത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ എളുപ്പമൊന്ന് പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മർത്തമക്കാരിയായി ജനിച്ചെങ്കിലും ഞാൻ വളർന്നു വന്നത് ഒരു ഹിന്ദു സഹോദരങ്ങളുടെ മധ്യത്തിലാണ്. അങ്ങനെ ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ ആ സമയത്ത് പൊട്ടുകുത്തി അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. ഒരു 13 വയസ്സ് വരെ അവരുടെ കൂടെ പോയിരുന്നു. ഭജന പാടും. പാട്ടിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോയി ആ ഒരു രീതിയിൽ അങ്ങനെ പോകുമായിരുന്നു. സിനിമയൊക്കെ കാണും ആ പ്രായം വരെയും. എന്നാൽ ഞങ്ങളുടെ എസ്റ്റേറ്റ്, എൻ്റെ ഫാദറുടെ എസ്റ്റേറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ ഒരു CSI കാർഡ് ഒരു കൺവെൻഷൻ ഇതുപോലെ ഞാൻ മുമ്പിൽ പായിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നെ കർത്താവ് മുന്നമേ കണ്ടതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നിത്യത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെയൊക്കെ എല്ലാവർക്കും ഉണ്ടത്. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന നിത്യത, ഞാൻ നിത്യ നരകത്തിൽ പോകണോ നിത്യ സ്വർഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമായി ദൈവം അത് മാറ്റി. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേട്ടപ്പോൾ ഞാൻ ഒന്നും ഓർത്തില്ല. അന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങുക. എൻ്റെ സ്നേഹം മുഴുവൻ നിനക്ക്. എനിക്ക് പെന്തിക്കോസിൻ്റെ ഒന്നും അന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്നേഹം മുഴുവൻ നിനക്കായി ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് ഞാൻ തീരുമാനമെടുത്തു. 2 ദിവസം കഴിഞ്ഞോണ്ട് ഞാൻ ഒത്തിരി പറയാനുണ്ട്, എന്നാൽ എളുപ്പം അങ്ങ് പറയാം. സാക്ഷിക്കാരി, ഈ വചനം എനിക്ക് പറയണം. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. എന്നാൽ അന്യഭാഷയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് ദൈവം തന്ന ഒരു അനുഗ്രഹമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും അങ്ങനെ വളർന്നു വരികയും ചെയ്തു. നഴ്സിംഗ് പഠിക്കാൻ ഡൽഹിയിൽ കടന്നുപോയി. അതുവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമയൊക്കെ കാണുമായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇന്നു മുതൽ അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന സിനിമയൊക്കെ കാണുക, ട്രാക്കുള്ള നോവൽ വായിക്കുക. നമുക്കറിയാമല്ലോ, ടീനേജായിട്ട് അങ്ങോട്ട് വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ പൊട്ടുകുത്തിയൊക്കെ ഇങ്ങനെ ഇച്ചിരി ഒരുങ്ങി ചമഞ്ഞൊക്കെ നടക്കാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹോർമോണൽ ചേഞ്ചിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ദൈവം എന്നെ പിടിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ഡൽഹിയിൽ നഴ്സിംഗ് പഠിക്കാൻ എല്ലാ പിള്ളേരും ചിത്രകാർ കാണാൻ പോകും. എന്ന് പറഞ്ഞാൽ സിനിമയിലെ പാട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം കാണാനായിട്ട് കോളേജിൽ എല്ലാ പിള്ളേരും പോകും ഹോസ്റ്റലിൽ. പക്ഷേ ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തതുകൊണ്ട് അന്ന് ഞാൻ കൊണ്ടുപോയ പുസ്തകമായത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നോടാണ് പറഞ്ഞത്. എനിക്കറിയാം നീ ദൈവമാണ്, എൻ്റെ സ്നേഹിതനാണ്, ഞാൻ എൻ്റെ ലവറാണ്. ഞാൻ എൻ്റെ ടീനേജ് പ്രായത്തിൽ യേശുവിനെ എൻ്റെ ലവറിനെ കൂട്ടി സ്നേഹിച്ചു. ഇന്നും അങ്ങനെ തന്നെ എൻ്റെ യേശുവിനെ ഞാൻ അതുപോലെ അങ്ങ് സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ കർത്താവിനോട്, നിന്നോട് ഞാൻ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മാറിപ്പോകത്തില്ല. എല്ലാവരും പോയാലും ഞാൻ റൂമിലിരുന്ന് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം തിരിച്ചും മറിച്ചും വായിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം എനിക്ക് ആ വെളിപ്പാട് പുസ്തകം വായിച്ച് എനിക്ക് മനസ്സിലാകാം. ഞാൻ ഓർത്ത്, കർത്താവെ, ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ, എന്നിട്ട് എനിക്കെന്താ ഇതൊന്നും മനസ്സിലാകാത്തത്. അങ്ങനെ ഇരുന്ന സമയത്താണ് പാസ്റ്റർ എം.എ. വർഗീസ് വന്നു. പാസ്റ്ററൊന്നുമല്ല, എയർഫോഴ്സിൽ അവിടെ ഡൽഹി ജോലി ചെയ്യുക. എന്നാൽ സുവിശേഷ വേലയെക്കുറിച്ചുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ പാർക്കുന്ന ഹോസ്റ്റലിനടുത്ത് വന്ന് ബൈബിൾ സ്റ്റഡി നടത്തി. ഞാൻ കേൾക്കാൻ പോയി.
അപ്പോൾ ഞാനിങ്ങനെ വായിച്ച് വന്നപ്പോൾ എനിക്ക് സംശയമൊക്കെ തോന്നി. എന്നാൽ ഞാൻ ഇച്ചിരി ഒരു ചെറിയ ലീഡറായിരുന്നു എൻ്റെ ഹോസ്റ്റലിൽ. അപ്പോൾ പിള്ളേരെല്ലാം വന്ന് എന്നോട് തർക്കിക്കുക. ഞാൻ പറയും, നിങ്ങൾ പറയുന്ന അന്യഭാഷയെ ദൈവം എനിക്ക് തന്ന്, ഞാൻ ദൈവ പൈതലാകാഞ്ഞിട്ടാണോ എനിക്ക് കർത്താവ് അന്യഭാഷ തന്ന് എന്നെ ദൈവം നടത്തുന്നത് എന്ന് ഞാൻ അവരോട് തർക്കിക്കുക. എന്നാലും ഞാൻ ഹോസ്റ്റലിൽ റൂമിൽ പോയിരുന്ന ദൈവത്തോട് പറയും, കർത്താവേ നീ എന്താ പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. അവരോട് പറയത്തില്ല. എന്നാൽ ഹോസ്റ്റലിൽ റൂമിൽ ചെന്ന് കട്ടിലിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കും ഞാൻ, കർത്താവേ നീ എന്നോട് എന്നാ പറയുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയ 3 പവൻ്റെ ഒരു കാപ്പുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കർത്താവ്, ഞാനിരുന്ന് കരഞ്ഞ് ദൈവത്തോടൊരു വട്ടം ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു കംപ്ലീറ്റ് തീരുമാനം. ആരോട് ഞാൻ എന്തൊക്കെയോ സഭയിൽ പോയിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് എല്ലാം ഇതുപോലെ ചെറിയ ടേബിളുണ്ട് എനിക്ക് പഠിക്കാൻ, അവിടെ എല്ലാം വെച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൽപ്പന, ഞാൻ നിന്നെ സ്നേഹിക്കുക, നിനക്ക് സ്നേഹിക്കുന്നവൻ കൽപ്പന അനുസരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കൽപ്പന അനുസരിക്കാൻ എന്നെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അന്ന് മുതൽ എനിക്ക് സാക്ഷ്യം പറയാൻ ഒത്തിരി നേരം വേണം, അതുകൊണ്ട് ഞാൻ സാക്ഷി അങ്ങ് നിർത്തുക. കർത്താവ് അന്ന് മുതൽ ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. 41 വർഷമായി അമേരിക്കയിൽ പാർക്കുന്നു. എന്നാലും ഞാൻ ഡൽഹിയിൽ നിന്ന് പോയപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് തീരുമാനമെടുത്തു, എൻ്റെ എല്ലാം എൻ്റെ ആരോഗ്യം തന്ന നന്മകൾ, ശാരീരിക കൃപകൾ, കൃപാവരങ്ങൾ, എല്ലാ കഴിവുകൾ ആരെയും പിടിച്ച് എൻ്റെ യേശുവിൻ്റെ സ്നേഹം അറിയിക്കണം, ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നൊരൊറ്റ ആഗ്രഹം ഇന്നും എനിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിൽ നമ്മൾ നിത്യതയെക്കുറിച്ച് മറന്നുപോയി. ദൈവമക്കൾ പോലും നിത്യതയെക്കുറിച്ച് മറന്നുപോയി. ഇതാണ് നിത്യതയെന്നും കരുതി നമ്മൾ ഇവിടെ വാരിക്കൂട്ടി ഇവിടെ എങ്ങനെ നമുക്ക് നല്ലതായിട്ട് ജീവിക്കാം, സന്തോഷിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പോക്ക് എന്നോട് ദൈവം സംസാരിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളോടും അത് സംസാരിക്കുക. സ്തോത്രം. കർത്താവ് 2 കുഞ്ഞുങ്ങളെ തന്നു. എന്നെ കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ ഇളയ മോളെ ഞാൻ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധി ഡെഡിക്കേറ്റ് ചെയ്തു. അവൾ തക്ക സമയത്ത്, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല കാര്യം, എന്നോട് സംസാരിച്ച് എനിക്കറിയാം കർത്താവ് അവളോടും തക്ക സമയത്ത്. അവൾക്ക് 22 വയസ്സായപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു എനിക്ക്, മമ്മി ഐ വാണ്ട് ടു ഗോ ടു ബൈബിൾ കോളേജ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു എനി മെഡിക്കൽ ലൈൻ. അതുകൊണ്ട് അവൾ പോയി ബൈബിൾ കോളേജിൽ പഠിച്ചു. അതുപോലൊരു പൈതലിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. അവരിന്ന് ഞങ്ങളെക്കാൾ അധികം അനേക സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ 2 മോൾ അമേരിക്കയിലാണ്, മോൻ തായ്ലൻഡിലാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അവരും ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇതിൽ പരം ഭാഗ്യം ഒരു അമ്മയ്ക്ക് ഒരപ്പന് എന്താണുള്ളത്? സ്തോത്രം. ഞാൻ നിത്യതയെക്കുറിച്ച് പറയട്ടെ. സഭാപ്രസംഗി 3:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓർത്തോണം, എല്ലാവർക്കും ദൈവം ജീവശ്വാസം ഊതിയത് നിത്യത നമ്മുടെ ഉള്ളിൽ കയറ്റിയതാണ്. അത് നിത്യമായിട്ട് ഇത് പുറമ്പാ, അത് പോകും. ഞാനൊരു നേഴ്സാണ്, എനിക്കതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലൂടെ സംസാരിക്കുന്നത്. ഇത് പോകും. എന്നാൽ സ്തോത്രം, ഉള്ളിലുള്ള നിത്യത നമ്മൾ മരിക്കുമ്പോഴത്തേക്കും പറന്നു പോകും. അതെവിടോട്ടാണ് പോകുന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചിട്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, യേശു ലോകത്തിൽ വന്നത് നമ്മളെ രക്ഷിക്കാനാണ്. AD BC ചരിത്രത്തെ 2ആക്കിയ ലോകത്തിൽ ഒരാളെ ഉള്ളൂ, യേശുവാ. അതുകൊണ്ട് ആർക്കും ഈ ലോകത്തിൽ 2025 എന്ന് പറയുന്നത് യേശുവിൻ്റെ വർഷമാണ്. ഒറ്റ മനുഷ്യർക്ക് നിഷേധിക്കാനൊക്കത്തില്ല. അത് ചരിത്രത്തെ 2ആയി മാറ്റിമറിച്ച യേശു എത്ര നല്ലവൻ. ഞാൻ എപ്പോഴും പറയുമ്പോഴെല്ലാം പറയും, ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തുവാ? ഹിസ്റ്റോറി. കർത്താവിൻ്റെ സ്റ്റോറിയാണ് ഹിസ്റ്ററി. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മൾ ഒരുങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, അത് ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ നിത്യത വെച്ചേക്കുക. ആ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ നിത്യജീവൻ തരാനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. അതിൻ്റെ ഒരു വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 40 ഇങ്ങനൊരു വാക്യമുണ്ട്. പുത്രനെ നോക്കി, ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയോണ്ട് ഞാൻ പുസ്തകം തുറക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പുത്രനെ സ്വർഗത്തിലെ ദൈവം ഇങ്ങോട്ട് വിട്ടത്. സ്തോത്രം. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 3:16 കാര്യവും നമുക്കറിയാം. എന്തുവാ?
തൻ്റെ ഏകതായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. സ്വർഗത്തിലെ അപ്പച്ചൻ, സാക്ഷാൽ ദൈവം പാപം ചെയ്തപ്പോൾ ശിക്ഷയും സ്നേഹവും ഒരുമിച്ച് വന്നതുപോലെ യേശുവിനെ ഈ ലോകത്തിൽ വിട്ടിട്ട് ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ അവർ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് കൂടി വിചാരിച്ചു ഇനി മനുഷ്യരെ എങ്ങനെ രക്ഷിക്കണം. അപ്പോൾ പുത്രനായ ദൈവം പറഞ്ഞു, ഞാൻ പോകാം. ഇല്ലേ, യശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അടിയനിതാ പോകാം, പോയി മനുഷ്യനെ രക്ഷിക്കാൻ ജഡമെടുത്ത് ലോകത്തിൽ വന്ന്. ഞാനിതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നിഷേധിക്കാനാവാത്ത കാര്യമായത്. ഇന്നും കല്ലറ തുറന്നു കിടക്കുന്ന യേശുവിൻ്റെ കല്ലറ മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ പോയി. എന്തിനാ? ഒന്നും കണ്ടില്ല എന്ന് പറയാൻ വേണ്ടിയാ അവിടെ പോയത്. സ്തോത്രം. ദൈവം അതിനകത്തൊന്നുമില്ലായിരുന്നു. ലൈൻ നിൽക്കുമായിരുന്നു ആൾക്കാർ. എന്തിനാ? അതിനകത്തൊന്നും കാണാതിരിക്കാൻ. സ്തോത്രം. കാണാനില്ലായിരുന്നു. സ്തോത്രം. അത്രമാത്രം ലൈൻ നിന്ന ആൾക്കാരവിടെ കയറിയത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ലോകത്തിന് നിഷേധിക്കാൻ വഴിയാത്ത, ഞാനിതൊക്കെ പറയുന്ന റീസൺ ദൈവം എന്നെ ഈ ദിവസങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയത്തില്ല ലോകം എത്ര നാളുണ്ടെന്ന്. ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, ലോകത്തിൻ്റെ ഗതി കാണുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് കാണുമ്പോൾ, മനുഷ്യൻ്റെ സ്വസ്നേഹം കാണുമ്പോൾ, തകർച്ച കാണുമ്പോൾ, സ്തോത്രം, ഈ കോളിളക്കങ്ങൾ കാണുമ്പോൾ, കരയും കടലും ഇളകുന്നത് കാണുമ്പോൾ ഓർത്തോണം. സ്തോത്രം. എനിക്കറിയാം എന്നോട് ദൈവം സംസാരിക്കുന്നത് മനുഷ്യൻ്റെ രീതിയിൽ നമുക്ക് മുഴുവൻ അറിഞ്ഞുകൂടാ. എന്നാൽ സ്തോത്രം, ദൈവം ആ നിത്യതയെക്കുറിച്ച് ലോകത്തോട് വിളംബരം ചെയ്യാനാണ് 2025 മുതൽ ദൈവം ഇടപെടുന്നത്, എന്നോട് ഇടപെട്ടുന്നത്. അത് അങ്ങനെയാണ്. സ്തോത്രം. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് മറന്നു പോകരുത് ആരും. ഈ ലോകത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും, ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും, ഒന്നും നേടിയില്ലെങ്കിലും, സ്തോത്രം, നിത്യതയ്ക്ക് വേണ്ടി ഓടണം, കരയണം, നിലവിളിക്കണം, പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അമ്മമാരെ, സ്തോത്രം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി കൊടുക്കണം. സ്തോത്രം. ഞാൻ പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ട്. സ്തോത്രം. എല്ലാത്തിനും മനുഷ്യരുണ്ട്, എല്ലാം ചെയ്യുവാനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വളരെ കുറച്ച് മാത്രം ഇന്ന് ലോകത്തിൽ ആളുള്ളൂ. സ്തോത്രം. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ആൺമക്കളാണെങ്കിലും പെൺകുഞ്ഞുങ്ങളാണേലും കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിലവിളിക്കണം, അവരെ ആ രീതിയിൽ വളർത്തണം, പറഞ്ഞു കൊടുക്കണം, ചെറുപ്പം മുതലേ കുത്തിവെക്കണം. നിത്യത കുത്തിവെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്കിലേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ദർശനം വരത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഈ ലോകമാണ് സ്വർഗമെന്ന് കരുതി അങ്ങനെ ഒരു ജീവിതം നയിക്കും. അതെ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയേക്കുക എബ്രായ ലേഖനം 2 നമുക്കറിയാം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ലോകത്തെ സ്നേഹിച്ച ദൈവം യേശുവിനെ പുത്രനെ തന്നിട്ട് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് മുഴുവൻ പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധപൂർവ്വം കേൾക്കണമെന്ന്. വചനം കേൾക്കണം, വചനപ്രകാരം ജീവിക്കണം, വചനത്തിന് വേണ്ടി ഓടണം. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, എങ്ങനെ തെറ്റി ഒഴിയും? അത് തന്നെയോ സ്തോത്രം. നമുക്കറിയാം നിത്യ തേജസ് ദൈവമക്കളാകുന്നവർക്ക് ദൈവം നിത്യ തേജസ് കൊടുക്കും. സ്തോത്രം. 1 പത്രോസ് 5:10 സ്തോത്രം ഇങ്ങനെ എഴുതിയേക്കുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന കൃപാലുവാകുന്ന ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും. നമ്മളെ നിത്യ തേജസ്സിന് വേണ്ടിയാ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹവ്വായും അവൻ പാപം ചെയ്തിട്ട് നമുക്ക് തന്ന തേജസ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം, തേജസ്സായിരുന്നു നമ്മൾ ഉടുത്തിരുന്നത്. സ്തോത്രം. അത് നമ്മൾ നന്നായിട്ട് ഓർക്കണം. ഇതൊക്കെ നമ്മളെ പാഠം പഠിപ്പിക്കുക കർത്താവ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ ആ നിത്യ തേജസ്സിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അധികം പറയുന്നില്ല, ഇത് വലുതായിട്ട് സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഈ വചനം നിങ്ങളെല്ലാവരും പോയിരുന്ന് വായിക്കണം. ഞാൻ നിത്യത ചില ഭാഗങ്ങൾ മാത്രം ഓടിച്ച് പറയുകയാണ്. സ്തോത്രം. അതെ, ദൈവം നിത്യരാജ്യത്വത്തിന് വേണ്ടിയാണ് കടന്നു വരുന്നത്. സ്തോത്രം. ദാനിയേലിൻ്റെ പ്രവചനം 7:27 രാജ്യത്വവും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നത വിശുദ്ധരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. സ്തോത്രം. ഈ ലോകത്തിലെ ഭരണമെല്ലാം പോകും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ.
ആടി ഉലയുന്നത്. എന്നാൽ ഇതൊന്നും നിത്യമായി നിൽക്കത്തില്ല. സ്തോത്രം. നമ്മുടെ യേശു രാജാവായി വരുന്നു. ആ 7-ാം അധ്യായം 8-ാം അധ്യായമൊക്കെ നിങ്ങൾ ദാനിയേലിൻ്റെ പ്രവചനം വായിക്കണം. സ്തോത്രം. അവിടെ സ്തോത്രം ഇപ്പം ലോകത്തിൽ നടക്കുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങൾ, 10 കൊമ്പിൻ്റെ കാര്യം, അതൊക്കെ രാജ്യങ്ങളുടെ കാര്യങ്ങളാണെന്നൊക്കെ നിങ്ങളതൊക്കെ നന്നായി പഠിക്കണം. സ്തോത്രം. വേദപുസ്തകത്തെ നിഷേധിക്കാൻ ആർക്കും ഒക്കത്തില്ല. ഇപ്പം നടക്കുന്നത് മൊത്തം ഈ പുസ്തകത്തിലുണ്ട്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവമക്കളെ കരഞ്ഞ് ഇത് വായിച്ച് കർത്താവിൽ ബലം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഓടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. അവിടെ എഴുതിയേക്കുന്ന അങ്ങനെയാണ്, അത്യുരുവൻ്റെ വിശുദ്ധരായ ജനത്തിന് ലഭിക്കുമെന്ന്, നമുക്ക് ലഭിക്കുമെന്ന്, നമ്മൾ കർത്താവിനോടുകൂടി ഈ ലോകം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അധികം വിദൂരമല്ല അത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിലപ്പോൾ മരണം കാണത്തില്ല. കർത്താവിനോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാനിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കയോടെ, നിർമ്മലതയോടെ, ഒരു കാപട്യമില്ലാതെ ദിവ്യ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഓർത്തോണം, നിത്യശിക്ഷാവിധി, നിത്യന്യായവിധി. ഞാൻ ഇത്രയും നേരം നിത്യദേശ ദൈവമക്കൊക്കെയുള്ളതാണ് പറഞ്ഞത്. എന്നാൽ നിത്യശിക്ഷാവിധി, നിത്യന്യായവിധി, നിത്യമരണം, ആ ഭാഗം മാത്രം ആരെങ്കിലും ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കർത്താവിനെ അറിയാതെ ജീവിച്ചാൽ, യേശുവിനെ സ്വന്തം രക്ഷകനായി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ ജീവിച്ചാൽ, കൽപ്പന അനുസരിച്ച് മരണപര്യന്തം വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ നിത്യശിക്ഷാവിധിക്ക് നമ്മൾ യോഗ്യരായി തീരും. അതുകൊണ്ട് ഈ നിത്യത നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതിന് മുന്നമേ നമ്മൾ തന്നിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ഹാൻഡിൽ ചെയ്യാം. ഞാൻ വളരെ ഭയന്നാണ് ജീവിക്കുന്നത്. കണ്ണും ഹൃദയവും നിറഞ്ഞ് എപ്പോഴും ഞാൻ ജീവിക്കുന്നത്. രാത്രിയിലൊക്കെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്നെ സ്വർഗത്തിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചു. സ്വർഗത്തിൻ്റെ എന്ന് ഞാൻ പറയുമ്പോൾ പുതിയ യെരൂശലേമിൻ്റെ ഒരു ദിവസം കർത്താവ് എന്നെ കാണിച്ചു. ഒരു വലിയ കെട്ടിടം താഴോട്ട് ഇറങ്ങി വരുക. ആ കെട്ടിടത്തിൻ്റെ ഞാൻ അന്നൊന്നും എനിക്ക് അത്രയും ഡീറ്റെയിൽ ഞാൻ വെളിപ്പാട് പുസ്തകം ലാസ്റ്റിലൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ കണ്ട കളർ ഈ ലോകത്തിൽ ഒരു കളറും ഇല്ല. സൂര്യപ്രകാശത്തേക്കാൾ അധികം വെല്ലുന്ന ആ രശ്മികൾ ലോകത്തിലെ ഒരു കളറുമായിട്ട് എനിക്കത് ഇന്നും പറയാൻ അറിയത്തില്ല. എൻ്റെ കണ്ണിനത് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അത് അങ്ങ് പേടി പോലാ. അതുപോലെ ഇങ്ങനെ ഇറങ്ങി വരുക. മുകളിൽ നിന്ന് കുഞ്ഞായിട്ട് ഇറങ്ങി വന്ന് ഈ ആകാശം മുഴുവൻ നിറച്ചു. പിന്നെ താഴോട്ട് വരാനൊക്കാത്ത പോലെ അങ്ങനെ നിറച്ചു. എല്ലാം ഞാൻ ഓരോ ഇങ്ങനെ അതിൻ്റെ തൂണുകളും ഇതുമെല്ലാം ഇങ്ങനെ ഞാൻ കണ്ടു. ഞാനിത് കാണാനൊരു റീസണുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു വട്ടം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ, അമേരിക്ക വളരുമല്ലേ, അവരെന്നോട് ചോദിച്ചു, മമ്മി ഞങ്ങൾക്കെന്താ അതില്ലാത്തേ, ഞങ്ങൾക്കെന്താ ഇതില്ലാത്തേ. ഞാൻ കൈനിറച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മാനേജിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്താലും നമുക്കറിയാമല്ലോ, പിള്ളേർ വളരുമ്പോൾ അവർക്ക് അതൊന്നും അത്ര കേൾക്കാൻ. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവം എന്നെ ഇത് കാണിച്ചു. ഓരോ സമയവും എൻ്റെ കർത്താവ് എന്നെ ഓരോ രീതിയിൽ എന്നെ കർത്താവിനോട് അടുപ്പിച്ച്
എനിക്ക് ഇനിയും എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി ഓടണമെന്നൊരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ പാലക്കാടുള്ള ഈ ഒലവക്കോട് സെൻറ്ററിൽ വന്നിരിക്കുന്ന എല്ലാ ജനത്തോടും നിങ്ങൾ നിത്യത എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ സ്വപ്നത്തിൽ രാത്രിയിലും പകലും എപ്പോഴും ചിന്തിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. പേഴ്സണലി വ്യക്തിപരമായിട്ട് ആ വാക്ക് ഇങ്ങനെ ചിന്തിക്കണം എപ്പോഴും. ഞാൻ അതിന് യോഗ്യയായി തീരുമോ? ഈ ദേശത്ത് ജനത്തെ ദൈവം ഉണർത്തട്ടെ, അനേകരെ കൂട്ടിവരുത്തട്ടെ, വലിയ ഉണർവിനായിട്ട് ദേശത്തെ ഒരുക്കിയെടുക്കട്ടെ. ഇവിടെ ചൂട് കൂടുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തിയും ഇവിടെ കൂടട്ടെ. കർത്താവിന് വേണ്ടി വീരോടെ നിൽക്കുവാൻ യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചനത്തെ നിർത്തിക്കൊള്ളുന്നു. ഈ വചനം നിങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.